ടീം മാർക്കോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി കോഡ് 724/2024, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 50/2025 മാത്തമാറ്റിക്സ് പാർട്ടിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കകത്ത് നമ്മൾ അതിനകത്ത് 40 ചോദ്യങ്ങൾ 6 പാർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ തെറ്റാണ്. അത് ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ്ലി തെറ്റും, മറ്റൊരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ അതൊരു ചെറിയ എറർ വന്നിരുന്നു. സോ ആ 2 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത്തെ വീഡിയോ നമ്മൾ യൂസ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോസിലുള്ള മിസ്റ്റേക്കുകൾ ഈ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കോഡ് എക്കകത്തുള്ള ക്വസ്റ്റ്യൻ നമ്പർ 80 ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 80 ചോദ്യം ഇങ്ങനെയായിരുന്നു: എ മാൻ ബോറോഡ് സം മണി ആൻഡ് എഗ്രീഡ് ടു പേ ഓഫ് ബൈ പേയിങ് 3,150 at the end of the first year and 4,410 at the end of the second year. If the rate of compound interest is 5% per annum, then the amount borrowed is. അതായത് 5% കൂട്ടുപലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി, അതിനുശേഷം 3,150 രൂപ ആദ്യത്തെ വർഷവും 4,410 രൂപ രണ്ടാമത്തെ വർഷവും തിരിച്ചടച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾ ബോറോ ചെയ്ത എമൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നാമത്തെ വർഷം അടച്ച തുക എന്ന് പറയുന്നത് എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട്, ആ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ പലിശയുടെ കൂട്ടിയാണ്. പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ പലിശയുടെ കൂടി. അപ്പം 5% പലിശയെങ്കിൽ ഒന്നാമത്തെ വർഷം അയാൾ അടയ്ക്കാൻ പോകുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 105/100% ആയിരിക്കും. കാരണം എന്താണ്, 100% എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൻ്റെ കൂടെ 5% കൂടുമ്പോൾ 105%. ഇതെത്രയാണ് എന്ന് പറയുന്നത് 3,150 രൂപയാണ്. അപ്പോൾ എന്തെഴുതാം? പി ഇൻറ്റു നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 105/100 എന്ന് പറയുമ്പോൾ 1.05 ഈക്വൽ ടു 3,150 എന്ന് കിട്ടും. അതായത് പി ഈസ് ഈക്വൽ ടു 3,150 ഡിവൈഡ് ബൈ 1.05 എന്ന് കിട്ടും. 3,150 ഡിവൈഡ് ബൈ 1.05 എന്ന് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം പി ഇൻറ്റു 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ, നമ്മൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 21 അപ്പോൾ 20 എന്ന് എഴുതിയിട്ട് 21 അപ്പോൾ 20 എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു 3,150 നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി ഈസ് ഈക്വൽ ടു, നമുക്കപ്പോൾ എഴുതാനായിട്ട് പറ്റുന്നത് പി ഈസ് ഈക്വൽ ടു 3,150 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 21 എന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മൾ 3,150നെ 21 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 21 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുക, ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടും? നമുക്കിവിടെ 150 കിട്ടും. 150 ഇൻറ്റു 20 3,000 രൂപയെന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ വർഷം തിരിച്ചടച്ച പ്രിൻസിപ്പൽ എമൗണ്ട് 3,000 രൂപയാണ്. രണ്ടാമത്തെ വർഷം എത്ര അടച്ചു? 4,410. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് രണ്ടാമത്തെ വർഷം അടയ്ക്കുമ്പോൾ 2 വർഷത്തെ ക്യാപിറ്റൽ വരുന്നുണ്ട്. കാരണം ഒന്നാമത്തെ വർഷം ആ ക്യാപിറ്റൽ അടയാതെ കിടപ്പുണ്ട്, രണ്ടാമത്തെ വർഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100. എത്ര വർഷം? 2 വർഷം. അടച്ച എത്രയാണ്? 4,410 രൂപയാണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം: പി ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 4,410 എഴുതാനായിട്ട് പറ്റും. 4,410 എഴുതാനായിട്ട് പറ്റും. ബേസിക്കലി 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് 441 ആണ്. 21 441 ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു വാട്ട്? പി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് എഴുതാം. 20 ഇൻറ്റു 20 400, 400 ഇൻറ്റു 10 4,000 രൂപ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 4,000 രൂപ. അപ്പോൾ എന്താണ്? ആദ്യത്തെ വർഷം തിരിച്ചടച്ച പ്രിൻസിപ്പൽ എമൗണ്ട് 3,000 രൂപയും രണ്ടാമത്തെ വർഷം തിരിച്ചടച്ച പ്രിൻസിപ്പൽ എമൗണ്ട് 4,000 രൂപയും ആണെങ്കിൽ മൊത്തം കടമെടുത്ത തുക എന്ന് പറയുന്നത് ഓപ്ഷൻ എ 7,000 രൂപയായിരിക്കും. മൊത്തം കടമെടുത്ത തുക എന്ന് പറയുന്നത് ഓപ്ഷൻ എ 7,000 രൂപ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത് കറക്ഷൻ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 81 ആയിരുന്നു. അതായത് ഇഫ് ദ an is the set of all first and prime numbers, then the number of elements in u n is equal to 2 to 5 an is. അതായത് അവർ പറഞ്ഞത് an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ആണ്. an എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ആണ്. u ഓഫ് യൂണിയൻ ഓഫ് n is equal to 2 to 5 an എന്ന് പറഞ്ഞ അർത്ഥം എന്താ? n-ന്റെ വാല്യൂ 2 മുതൽ 5 വരെ ആവാം. അതായത് a-ന്റെ വാല്യൂ 2 കൊടുത്താൽ a2 യൂണിയൻ a3 യൂണിയൻ a4 യൂണിയൻ a5 എന്ന് വരും. ഓക്കെ, ക്ലിയറാ? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പ്രൈം നമ്പർ, ഫസ്റ്റ് n പ്രൈം നമ്പർ അങ്ങനെ എഴുതിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ a2 എടുത്താൽ എന്ത് വരും? a2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 2 പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 2 പ്രൈം നമ്പർ. ആദ്യത്തെ 2 പ്രൈം നമ്പറുകൾ ഏതൊക്കെയാ? ആദ്യത്തെ 2 പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ഉം 3. ഡൺ. a3 എന്ന് പറയുമ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ
ഫസ്റ്റ് 3 പ്രൈം നമ്പർ, ആദ്യത്തെ 3 പ്രൈം നമ്പറുകളുടെ സെറ്റ്. അപ്പൊ എന്ത് വരും? 2, 3, 5 എന്ന് വരും. ദെൻ A4 എന്ന് പറയുമ്പോൾ എന്ത് വരും? A4 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 4 പ്രൈം നമ്പർ. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 4 പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2, 3, 5, 7 എന്ന് വരും. നെക്സ്റ്റ് A5 എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 5 പ്രൈം നമ്പർ. ആദ്യത്തെ 5 പ്രൈം നമ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ 2, 5, 7, 11 എന്ന് വരും. ഇനി നമ്മൾ എന്തെടുക്കണം? A2 യൂണിയൻ, A3 യൂണിയൻ, A4 യൂണിയൻ, A5 യൂണിയൻ. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യൂണിയൻ എടുത്തു കഴിയുമ്പോൾ വരുന്ന പുതിയ സെറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെറ്റിലെങ്കിലും ഉള്ള എല്ലാ എലമെന്റുകളെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ A യൂണിയൻ B എന്ന് എഴുതിയതിന്റെ അർത്ഥം ഒന്നുകിൽ എയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എയിലും ബിയിലും ഉണ്ടാവുന്ന എലമെന്റ്. എയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എയിലും ബിയിലും ഉള്ള എലമെന്റ്. അങ്ങനെ എടുക്കുന്നതാണ് എന്താ പറയുക യൂണിയൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ A2-ലുള്ളതെല്ലാം A3-ലുണ്ട്, A3-ലുള്ളതെല്ലാം A4-ലുണ്ട്, A4-ഉള്ളതെല്ലാം A5-ലുണ്ടെങ്കിൽ A2 യൂണിയൻ, A3 യൂണിയൻ, A4 യൂണിയൻ, A5 എന്ന് പറയുന്നത് സെറ്റ് A5 തന്നെയായിരിക്കും. അതായത് 2, ഇവിടെ ഒരു എലമെന്റ് ഞാൻ മിസ്സായി, 2, 3 കൂടി ഉണ്ട്. കാരണം A5 എന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 5 പ്രൈം നമ്പർ. അപ്പൊ 2, 3, 5, 7, 11. 2, 3, 5, 7, 11. സോ ഈ സെറ്റിനകത്ത് എത്ര എലമെന്റുകൾ വന്നു? സെറ്റിനകത്ത് 5 എലമെന്റ് വന്നു. അപ്പൊ യൂണിയൻ ഓഫ് n ഈസ് ഈക്വൽ ടു 2 to 5 an എന്ന് പറയുന്നതിനകത്ത് A5 എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടാവും? 5 എലമെന്റ് ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 മിസ്റ്റേക്കുകളാണ്. ഒന്ന് എക്സ്പ്ലനേഷനകത്ത്, ഒന്ന് കംപ്ലീറ്റ് ലോജിക്കിനകത്ത് മിസ്റ്റേക്ക് വന്നിരുന്നു. അത് രണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.